വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് നടക്കുന്നതല്ലേന്ന്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. 24-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പോസ്റ്റ് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യുക. ഞാൻ ഇന്ന് എൻ്റെ കോണ്ടന്റ് ക്രിയേഷന് യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് കാണിക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാനുണ്ടല്ലോ, നമുക്ക് വലിയ വലിയ സംഭവങ്ങളൊന്നും ആദ്യം വേണ്ട. നമ്മുടെ കയ്യിലുള്ള കൊച്ചു 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 സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഏകദേശം 2024-ലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ അതാ ഒരു 3 വർഷം ആവാറായി. ഈ 3 വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം തുടങ്ങിയത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. ലൈക്ക് മൈക്കൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഞാൻ എടുക്കുന്ന വീഡിയോസ് തന്നെ ക്ലബ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തു, ഞാൻ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ എല്ലാം കിട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമുക്കുള്ള ബേസിക് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പയ്യെ 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 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിപ്പോൾ എഡിറ്റിംഗ് അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും. സോ അത് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഗ്രാജുവലി നമ്മൾ നല്ലോണം എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിയാവും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് മൈക്കില്ല, അല്ലെങ്കിൽ വേറെ ലൈറ്റിങ് ശരിയാവുന്നില്ല, ബാക്കി ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഇല്ലെങ്കിൽ കൂടി ബേസിക് അല്ല, കുറച്ചുകൂടെ ഹൈ ആയിട്ട് നല്ലോണം സ്റ്റാർട്ടിൽ എല്ലാം കിട്ടിയിട്ട് മൈക്ക് കിട്ടിയിട്ട് അല്ലെങ്കിൽ ബാക്കി ലൈറ്റ് സാധനങ്ങൾ കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പോണ കാര്യമില്ല. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പയ്യെ എല്ലാം സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഒന്നുമില്ലാണ്ടാണ്. അതായത് ഒരു ഫോണ്, നമ്മൾ എന്തായാലും ഒരു ഫോൺ ഉണ്ടാവുമല്ലോ, ഫോണ്, പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യണം കേട്ടോ. കാരണം ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുള്ളപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒന്നും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോണിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ഫീഡ് ചെയ്യുകയാണെങ്കിലോ ആ സമയത്തൊക്കെ ആയിരിക്കും ഞാൻ പെട്ടെന്ന് ഈ എഡിറ്റിംഗ് ഒക്കെ നടത്താം. അപ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ മിണ്ടാണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വോയിസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ഞാനെന്നല്ല, ഓരോ കോണ്ടന്റ് ക്രിയേറ്ററും അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ലൈക്ക് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഇവൾക്ക് വെറുതെ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ ഇവൾക്ക് എന്താ പണി, അല്ലെങ്കിൽ ഇവനെന്താ പണി, വെറുതെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് നടക്കുന്നതല്ലേ എന്ന് പറയുന്നത് വെറും വിഡിത്താണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ യൂട്യൂബേഴ്സും ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത്. സോ അവരെ റെസ്പെക്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യുക. സോ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ പറയുന്ന ബേസിക് ടൂൾസായ കാരണം തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാൻ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ, ഞാൻ മേടിച്ച സാധനങ്ങളുടെ ഒക്കെ. ഇങ്ങനെ ഒരു ബാഗിലാണ് ഞാൻ എൻ്റെ എല്ലാ കോണ്ടന്റ് ക്രിയേഷനുള്ള സാധനങ്ങളും യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാഗിൽ എല്ലാം അതുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഡിജിടെക്കിൻ്റെ മൈക്കാണ്. ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഈ നല്ലൊരു വോയിസ് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഇത്രയെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് മേടിക്കണം. 2000 3000 സംതിങ്ങിൻ്റെ ഇടയിലാണ് ഇത് വരുന്നത്. ഞാൻ കറക്റ്റ് എമൗണ്ട് ഞാൻ സ്ക്രീൻഷോട്ടിൽ ഇതിലുള്ള കേട്ടോ. സോ നല്ല നല്ല മൈക്കുണ്ട്. ഹോളി ലാൻഡ് എന്നല്ല, എനിക്ക് കറക്റ്റ് പേര് കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ 10,000 11,000 രൂപയ്ക്കൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് നമുക്കൊരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ മൈക്ക് നല്ലതാണ്. ബാക്കി വേറെ മൈക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഈ മൈക്കാണ്. പക്ഷേ ഈ മൈക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കുത്തിയിട്ട് വേണം നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ, ഇൻഡോർ കുഴപ്പമില്ല, ഔട്ട്ഡോർ പോയിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ കേബിൾ കുത്തിയിട്ട് വേണം. നമ്മൾ ഈ കേബിൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ എന്താ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിലാണ് കേബിൾ കുത്തണതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഔട്ട്ഡോർ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും നല്ല മൈക്കാണ്. നമുക്ക് ബേസിക്കായിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ മൈക്ക് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊന്ന് ഹോളി ലാൻഡിലേക്ക് മാറണമെന്നുണ്ട്. അപ്പോൾ അത് ഔട്ട്ഡോർ ആക്കിയിട്ട് ഇത് ഇൻഡോർ ഷൂട്ടിനും ഇത് ഇൻഡോർ ഷൂട്ടിനും മറ്റേത് ഔട്ട്ഡോർ ഷൂട്ടിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പയ്യെ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ. നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്നാലല്ലേ എനിക്ക് എൻ്റെ വീഡിയോസ് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലൊക്കെ എനിക്കത് ഉപകാരപ്പെടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം വീഡിയോ പറഞ്ഞു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അത്ര ഒരു സുഖം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അത് തിരുത്തി. സോ നിങ്ങളത് എനിക്ക് സജഷൻസ് കിട്ടുമ്പോഴേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ വീഡിയോയിലേക്ക് പോകാം. സോ ഓക്കെ, അപ്പോൾ അതാണ് ഒരു നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ക്വാളിറ്റിയിൽ നമ്മൾ എടുത്താലും, നമ്മൾ എത്ര വീഡിയോഗ്രാഫിയിൽ ഭയങ്കരമായിട്ട് ക്വാളിറ്റിയിൽ എടുത്താലും, നമ്മൾ ഔട്ട് പോകുമ്പോൾ നമ്മുടെ ഓഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആരും കാണില്ല കേട്ടോ, ആരും കാണില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓഡിയോ ക്ലാരിറ്റി കുറച്ച് കൂട്ടാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് മേടിച്ചാൽ നല്ലതായിരിക്കും. സോ മൈ ഫസ്റ്റ് ടൂൾ ഈസ് ഡിജിടെക്കിൻ്റെ മൈക്ക്. നെക്സ്റ്റ് വന്നത് ഞാൻ ഇത് മീഷോന്ന് മേടിച്ചതാണ്. ബേസിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രൈപോഡാണ് ഇത്. എൻ്റെ മോള് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നതാണ്, അതിൻ്റെ മോള് തെളി പൊട്ടിച്ചു, അത് വേറെ കാര്യം. ഇത് നല്ല ട്രൈപോഡാണ്. നമ്മളിപ്പോൾ സോളോ ക്രിയേറ്റർ ഒക്കെയാണ്, നമുക്ക് ആരും വീഡിയോസ് എടുത്ത് തരാനില്ല ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഫുൾ ബോഡി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്കിങ്ങനെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത്ര വരെ പൂട്ടോ, ഇങ്ങനെ ചെയ്ത് ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇത്രേ വരുള്ളൂ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടൂളാണ്. പിന്നെ ഇതിനൊരു ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ മിസ്സായി പോയതാണോ ഈ റിമോട്ട്. വീട്ടിലെവിടെ നോക്കിയിട്ടും കാണുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ഷെൽഫുണ്ട്, ഷെൽഫിൻ്റെ മേലെ കയറിയപ്പോഴാണ് ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു റിമോട്ട് കണ്ടത്. അപ്പോൾ ഇതൊരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. പക്ഷേ പറഞ്ഞ പോലെ ഫുൾ ബോഡി കിട്ടില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ കുറച്ച് ദൂരെയൊക്കെ പോയിട്ട് നിന്ന് ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ബേസിക്കായിട്ട് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര അഫോർഡബിളാണ്, ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര അഫോർഡബിളാണ്. ഞാനിത് മീഷോന്ന് മേടിച്ചതാണെന്നല്ലോ പറഞ്ഞത്. 200-300 ആ റേഞ്ചിലാട്ടോ ഞാനിത് മേടിച്ചത്. എല്ലാത്തിനും ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ കൊടുക്കാം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ കയ്യിലാണെങ്കിലും പിടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണിത്. നെക്സ്റ്റ് വന്നിട്ട് വീകൂൾ S8 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൽഫി സ്റ്റിക്കും ട്രൈപോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചധികം വലുതാട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാനിതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ വെക്കാം കേട്ടോ. അത് ആക്ച്വലി AI ട്രാക്കിംഗ് ആണ്. സോ നമ്മൾ എവിടെ തിരിഞ്ഞാലും എവിടെ പോയാലും അത് നമ്മളെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് വല്ല പണി ചെയ്യണമെങ്കിൽ ലൈക്ക് വല്ലയിടത്തും കറി വെച്ചിട്ട് അടുത്തത് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് എടുത്ത് ലൈക്ക് ട്രൈപോഡ് എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരില്ല. അത് നമ്മൾ തന്നെ ഫോളോ ചെയ്തോളും. പിന്നെ ഒരാളെ മാത്രം ട്രാക്ക് ചെയ്യുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഷേക്ക് ആവും കിടന്നിട്ട്. പക്ഷേ നല്ല ട്രൈപോഡാണ്, നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ അതിന് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. ഇതിലും റിമോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഫോൺ വെക്കുന്ന ഹോൾഡർ നമുക്കത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് കാണാം. അല്ലെങ്കിൽ നമ്മളെ ഇതിൻ്റെ പകരം തന്നെ അതിൻ്റെ ആ ഫോൺ വെക്കുന്ന ഹോൾഡർ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചു. ഇതല്ല, ഈ വീകൂളിൻ്റെ S8 ഞാൻ റീസെൻ്റായിട്ട് 2-3 ദിവസമായിട്ടുള്ള മേടിച്ചിട്ട്. അതുവരെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യും. പുറത്ത് പോകുമ്പോഴേക്ക് ഞാൻ ഇതാ കൊണ്ടുപോകാം കേട്ടോ, മറ്റേത് കൊണ്ടുപോകാറില്ല. അപ്പോൾ എനിക്ക് ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഞാൻ അത്രമാത്രം, അതായത് S20 മറ്റേ വീകൂളിൻ്റെ വലിയ ട്രൈപോഡ് അത്രമാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബിഗിനർ ആണെങ്കിൽ ഇത് മേടിക്കാം. ഇതിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ AI ട്രാക്കിങ്ങിൻ്റെ ട്രൈപോഡ് തന്നെ മേടിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ട്രൈപോഡ് എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എവിടെ പോകണമെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്തോളും. നെക്സ്റ്റ് വന്നിട്ട് ഒരു പോർട്ടബിൾ ലൈറ്റാണ് കേട്ടോ. അത് ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി. ഡേ ലൈറ്റ് ഒക്കെ ആകുമ്പോൾ ലൈക്ക് രാവിലെയൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് വിൻഡോൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റ് തന്നെ കിട്ടും. അതിനൊരു പ്രത്യേക ഭംഗിയും പ്രത്യേക ഒരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോസിന്. പക്ഷേ രാത്രിയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഭയങ്കര ഇരുട്ടാണ്, വെന്റിലേഷൻസ് ഒന്നുമില്ല, ഒരു റൂമിൽ മാത്രമേ വെന്റിലേഷൻ ഉള്ളൂ. അവിടെ നിന്നാണ് ഞാൻ മിക്കതും എടുക്കാറ്. പക്ഷേ രാത്രി അല്ലെങ്കിൽ കുറച്ച് ഹോളിലേക്ക് വന്നാലോ കിച്ചണിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ലൈറ്റില്ല, വീഡിയോ ഒക്കെ ഭയങ്കര ഇരുണ്ടിട്ടായിരിക്കും ഇരിക്കാറ്. അങ്ങനെ ഞാനൊരു ചെറിയൊരു ലൈറ്റ് മേടിച്ചു. പോർട്ടബിൾ ലൈറ്റാണ് കേട്ടോ, അടിപൊളി ലൈറ്റാണ്. ആദ്യം ഞാൻ ഒരെണ്ണം മേടിച്ചു, മീഷോന്ന് ഒരെണ്ണം മേടിച്ചു. പിന്നെ അതേപോലെ തന്നെ ആമസോണിൽ നിന്ന് ഒരെണ്ണം ഓർഡർ ചെയ്തു. രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരെണ്ണം റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ആമസോൺ ബേസിക്സും, പിന്നെ മീഷോന്ന് മേടിച്ചത് എനിക്ക് പേര് ഓർമ്മയില്ല, ബ്രാൻഡിൻ്റെ പേര് ഓർമ്മയില്ല. അതും കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി നമ്മുടെ മുഖത്തേക്ക് നല്ലൊരു നാച്ചുറൽ ഫീൽ തരുന്നുണ്ടായിരുന്നത് ഈ ഒരു ആമസോൺ ബേസിക്സിൻ്റെയാണ്. അതും 360 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ് കേട്ടോ. സോ നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ലൈക്ക് ലൈറ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല, ലൈറ്റ് തിരിച്ചാൽ മതി. അതങ്ങനെ ഓട്ടോമാറ്റിക് അല്ല, AI അല്ല, പക്ഷെ നമ്മൾ തിരിക്കണം. പക്ഷെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ട്രൈപോഡിൽ കുത്തിയ കാരണം ഫോൺ തിരിയണതിനനുസരിച്ചിട്ട് തന്നെ ലൈറ്റും തിരിഞ്ഞോളും. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂ വരുന്നില്ല.
വീഡിയോസൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ലൊരു മുഖം എന്നല്ല, ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒരു നല്ല ക്ലാരിറ്റി കിട്ടും, നല്ലൊരു ലൈറ്റ്നിങ് കിട്ടും. അതുപോലെ തന്നെ ഇത് 3 ലൈറ്റ് മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് നമുക്ക് ഡിം ചെയ്യുകയും ചെയ്യാം, ബ്രൈറ്റ്നസ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു ഫീച്ചറും കൂടി വരുന്നുണ്ട്. ലൈറ്റ് മൂടി വയ്ക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് വരും. അത് നമ്മുടെ വീഡിയോനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും. പിന്നെ ഓഡിയൻസിനെ പിടിച്ചിരുത്താനും നമുക്ക് കഴിയും. അടുത്തത് ഞാൻ മേടിച്ചത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. പക്ഷേ അതുണ്ടാകുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഒന്ന് എൻഹാൻസ് ചെയ്യും നമ്മുടെ വീഡിയോ. സോ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല ലൈറ്റ് ഇങ്ങനെ മിന്നിമായി നിന്ന് കാണുന്നുണ്ടോ? അത് ഒരു ചെറിയ ലൈറ്റാണ്. അത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അത് അറൗണ്ട് ഒരു 266 സംതിങ് ആ ഒരു റേഞ്ചിൽ മേടിച്ചതാണ് കേട്ടോ. അപ്പം അതിനൊരു റിമോട്ട് കൺട്രോൾ ഉണ്ട്. കുറേ ലൈറ്റ് ഉണ്ട്. റെഡ് ഉണ്ട്, ഗ്രീൻ. റെഡിൽ തന്നെ റെഡിൻ്റെ സബ്ബായിട്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട്, ഗ്രീനിൻ്റെ സബ്ബായിട്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഇതിനായിട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ഭംഗി കൂട്ടും നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ വെച്ചേക്കുന്ന കാരണമാണ് ഞാൻ കാണിക്കാത്തത്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കോണ്ടന്റ് ക്രിയേഷന് യൂസ് ചെയ്യുന്ന ടൂൾസ് കേട്ടോ. ബട്ട് റിമെമ്പർ വൺ തിങ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ബേസിക്കായിട്ട് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബേസിക്കായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഒന്നുമില്ലാണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തത് അപ്ഗ്രേഡ് അല്ല, ഫസ്റ്റ് ഞാൻ മേടിച്ചത് മൈക്കാണ്. പിന്നെ ഞാൻ ഈ ട്രൈപോഡ് മേടിച്ചു. ഈ ട്രൈപോഡാണ് ഞാൻ പിന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വീകൂളിൻ്റെ ആ വലിയ ട്രൈപോഡ് മേടിച്ചത്. പിന്നെ ഒരു ചെറിയ പോർട്ടബിൾ ലൈറ്റ് മേടിച്ചു. ഇത്രയാണ് നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെങ്കിൽ മേടിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചെറിയ ലൈറ്റും. പിന്നെ നിങ്ങളുടെ വീഡിയോസിലേക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവരാം. നമ്മളെ തന്നെ ട്രോളാട്ടോ. വേറെ ആരും ട്രോളില്ലെങ്കിലും നമ്മളെ തന്നെ ട്രോളിട്ടുള്ള വീഡിയോസ് ഇടാം. അതൊക്കെ നല്ലോണം റീച്ച് കൂടുന്ന കോണ്ടന്റാണ്. പിന്നെ കുറച്ച് എഫക്ട്സ്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ക്ലിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ഫെയറി ടെയിൽസോ ഓപ്ഷൻ ഉണ്ട് ഇൻഷോട്ടിൽ. സോ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ഇരുന്ന് കാണും. നമ്മൾ സ്കിപ്പ് ചെയ്യില്ല, ഇരുന്ന് കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.